എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്. നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാസർ മരിച്ചു. ലാസർ മരിച്ച ആ ദിവസങ്ങളിൽ മാർത്തയും മറിയും ഒക്കെ ചിന്തിച്ചു കാണും, യേശു ഒരു പക്ഷെ വരുമെന്ന്. പക്ഷെ യേശു വന്നില്ല. ഇന്നത്തെ കൂട്ട് വല്ല ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിളിച്ചു പറയാമായിരുന്നു യേശുവേ ലാസർ മരിച്ചു പോയി, ഇവിടെ വരെ വരണമെന്ന്. പക്ഷേ മരിച്ച് കല്ലറയ്ക്കുള്ളിൽ ലാസറിന്റെ ശരീരം നാറ്റം വെച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യേശു അവിടെ വരുന്നത്. ചുരുക്കമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ചുരുക്കമായിട്ട് നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി മാത്രം. ആരോടൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു വന്നപ്പോൾ മാർത്തയും മറിയം ഒരു കാര്യം, നാഥാ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ആ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, ഈ നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് നമുക്ക് നോർമലി നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റും ഈ നാറ്റം വെച്ച അവസ്ഥ എന്തുമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒത്തിരി പറഞ്ഞാൽ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. യേശു അവസാനം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ നാറ്റം വെച്ചതിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ഇന്നൊരു പക്ഷേ വർഷങ്ങളായിട്ട് നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നാറ്റം വെച്ച് കിടക്കുന്ന നീ ചിന്തിച്ചു കൂട്ടിയ പല വിഷയങ്ങൾ അടഞ്ഞ് കല്ലറയ്ക്കകത്തിരിക്കുന്നത് പോലെയാണ് നീ ഇവിടെ കടന്നു വന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് പറയാം. എൻ്റെ യേശു അതിനെ നോക്കി പറയുക, എൻ്റെ യേശു എനിക്ക് അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുക, ഇന്ന് പകൽക്കാലം അത് പുറത്തു വരും. ഇന്ന് പകൽക്കാലം അത് പുറത്തു വരും. ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല എൻ്റെ യേശു പ്രവർത്തിക്കുന്നത്. നിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിനറിയാം എപ്പോൾ പ്രവർത്തിക്കണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനറിയാം നിനക്ക് വേണ്ടി എപ്പോൾ പ്രവർത്തിക്കണമെന്ന്. ഹല്ലേലൂയ. നീ ഒരു പൊട്ടനെ പോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ യേശുവേ എനിക്കിതിന് കഴിവില്ല. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അടച്ചു വെച്ചതാ. അത് നാറ്റം വെച്ചു പോയതാ. ഇനി അത് പുറത്തു വരുത്തില്ലെന്ന് നീ വിധി എഴുതിയതാ. നിന്നെ കൂടെ നിൽക്കുന്നവർ വിധി എഴുതിയതാ. നിന്നെ നോക്കുന്നതിന്റെ ശത്രു വിധി എഴുതിയതാ. പക്ഷെ ഇന്ന് പകൽക്കാലം അത് പുറത്തു വരാൻ പോവാ. ഹല്ലേലൂയ. നാറ്റം വെച്ചതുപോലെയല്ല, ജീവനോടെ പുറത്തു വരാൻ പോവാ. ഹല്ലേലൂയ. ചലനമില്ലാത്തതിനെ ചലിപ്പിക്കുന്ന ഹല്ലേലൂയ എൻ്റെ യേശുവിന്റെ സാന്നിധ്യം ഇതിനുമേൽ ഇറങ്ങി വരാൻ പോവാ. ഹല്ലേലൂയ. എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ പൂട്ടിവെച്ചത് പുറത്തു വരും. ശത്രു അടച്ചത് പുറത്തു വരാൻ പോവാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വഴി എൻ്റെ ദൈവം തുറക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക എന്നൊറ്റ വാക്കിന് ലാസർ ജീവനോടെ പുറത്തു വന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കണ്ണിന് കാണുന്നതിനപ്പുറമായിട്ട്, നിനക്ക് നിന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതിനപ്പുറമായിട്ട്, നിന്റെ നാട്ടുകാർ കാണുമ്പോൾ അതിശയിക്കുന്നതിനപ്പുറമായിട്ട്, അത്ഭുതമായിട്ട് എൻ്റെ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശുവിനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഉറപ്പ് എത്ര പേർക്കൊന്ന് ഹൃദയത്തിൽ നിന്ന് സംഭവിക്കാൻ കഴിയും? Thank you, Holy Spirit. യേശു അവിടെ ചെന്നപ്പോൾ ആ കല്ലറ അടഞ്ഞായിരുന്നു.
ഈ ഒറ്റ വാക്കിന്മേലെ കല്ലറ തുറന്നു. ഇന്ന് നമ്മളും കൽപ്പിക്കാൻ പോവാം. നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളൊന്നും നോട്ട് നമ്മളും കൽപ്പിക്കാൻ പോവാം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നമ്മിൽ വസിക്കുന്ന ഒരാത്മാവുണ്ട്. നമ്മിൽ വസിക്കുന്ന, നമ്മോട് കൂടെ വസിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളോട് പറഞ്ഞത്, ആ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ നോക്കി നീ കൽപ്പിക്കാൻ. നീ നിന്റെ നാവ് കൊണ്ട് എന്ത് കൽപ്പിക്കുന്നോ അതങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, പൊട്ടച്ചൊല്ല് കളിവാക്കുകൾ നമ്മൾ പറയരുതെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനൊരു അധികാരം പ്രാപിച്ചുള്ള കടന്നു പോകാം. ഹല്ലേലൂയ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. എനിക്ക് പാടാൻ കഴിയുന്നില്ല, ഒന്നും പറയുവാൻ കഴിയുന്നില്ല. നാളെ ഇതെന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഒന്നറിയാം, എൻ്റെ യേശുവിനെ ഉയർത്തിയത് കൊണ്ട് എൻ്റെ യേശുവിനെ നടത്തും. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ ഉയർത്തിയത് കൊണ്ട് എൻ്റെ യേശുവിനെ പുലർത്തും. അവനെന്നെ നടത്താൻ ശക്തനാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിങ്ങിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്താം. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു യെല്ലോ കാർഡ് തരും. നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതിലെഴുതി ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ജീസസ്. ആദ്യമായിട്ട് വന്നവർ കരമൊന്ന് ഉയർത്തി ആ യെല്ലോ കാർഡ് ഒന്ന് മേടിച്ചോ. ഹല്ലേലൂയ ജീസസ്. നമ്മളിനി ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുക. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ എനിക്കൊന്ന് ആരാധിക്കണമെന്ന് ഉള്ളിൽ നിന്നും എന്നോടുകൂടി ചേർന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആഗ്രഹമുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പോകും. എന്നും ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിതിനകത്ത് മുട്ടുകുത്തി ആരാധിക്കണമെങ്കിൽ അങ്ങനെ ആരാധിക്കാം. തുള്ളിച്ചാടണോ നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാം. ഓടി നടക്കണോ നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാം. നിങ്ങൾക്ക് കരയണോ നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ദൈവാത്മാവ് നിങ്ങളെ നടത്തുന്നു അതിനെ നിങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ നിങ്ങളെ വിലക്കത്തില്ല. കാരണം ദൈവാത്മാവിനെ വിലക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. കാരണം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു സാന്നിധ്യമുണ്ട്. അതിപ്പോൾ നമ്മൾ കൂട്ടത്തിലല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. പണ്ടൊക്കെ നാണക്കേടായിട്ടൊരു സാഹചര്യമുണ്ടായി. ഇപ്പൊ പലരും ചോദിക്കും, നീ എന്തുവായി കാണിക്കുന്നേ? ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് അവർ ചിന്തിക്കും നിനക്ക് ഭ്രാന്താണ്, അല്ലെ എനിക്ക് ഭ്രാന്താണ്. ഞാൻ എൻ്റെ കാര്യം പറയാം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളോട് ചോദിച്ചാൽ അവർക്കത് കാണത്തില്ല. പൈസ ഇല്ലെങ്കിലും കഴിക്കാൻ ആഹാരമില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷം ഈ വ്യക്തികൾക്ക് കാണത്തില്ല. നമ്മളും പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകും. ഹല്ലേലൂയ. ആ കരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ ശക്തിയോടെ അടിച്ചു വേണം കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ കരങ്ങൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചില രോഗബന്ധനങ്ങൾ വിട്ടുമാറാൻ പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പൊട്ടാൻ പോകും. ചുമ്മാതെ ആരാധിക്കാനല്ല ഞാൻ പറഞ്ഞത്, വിശ്വാസത്തോടെ ഇന്ന് നാം ആരാധിച്ച ചില അത്ഭുത പ്രവർത്തികൾ നാം ഇതിനകത്തുനിന്ന് കണ്ടു മടങ്ങാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞതുപോലെ നാം ഫ്രീ ആകാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം മറന്ന് നാം ഫ്രീ ആകാൻ പോവുക. ഇന്നു മുതൽ നമ്മൾ പുതിയൊരാളായിട്ട് മാറാൻ പോവുക. നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ പോവുക. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും.
ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഹല്ലേലൂയാ മഹത്വം. അടുത്ത വരി ഇപ്രകാരമാണ്. ആ തീ അനുഭവിച്ചുകൊണ്ട് വേണം നാം കർത്താവിനെ ആരാധിക്കാൻ, അല്ലെങ്കിൽ ആരാധിക്കരുത്. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ, സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. എത്ര പേർക്ക് സന്തോഷത്തോടെ അങ്ങനെ ആരാധിക്കാൻ കഴിയും? അങ്ങനെയുള്ള കരങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഉയർത്താമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഒരുമിച്ച് കരഘോഷത്തോടെ നൃത്തത്തോട് ചേർന്ന് ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദാവീദം പോലെന്തും നൃത്തം ഞാൻ ചെയ്തിടും ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്തും വർണ്ണിച്ചിടും ഹല്ലേലൂയാ മഹത്വം. ദാവീദം പോലെന്തും നൃത്തം ഞാൻ ചെയ്തിടും ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്തും വർണ്ണിച്ചിടും സ്വർഗീയ തീയാലെന്നെ, സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാൽ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ല ഹല്ലേലൂയാ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ് ഹല്ലേലൂയ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ല ഹല്ലേലൂയാ. നീ മാത്രം ആരാധ്യനെന്നും ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ശക്തിയോടെ സ്വർഗീയ തീയാലെന്നെ മുറ്റും അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നോർ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കും ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ഓ സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ആമേ. സ്വർഗീയ തീയാലെന്നെ മുറ്റും രാജാവിനെന്നും മഹത്വം. ഓ അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റും ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകെ ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റും ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ കോട്ടയും സന്തോഷം ഹല്ലേലൂയാ. അതുകൊണ്ട് രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ഹല്ലേലൂയ. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും രാജാവിനെന്നും മഹത്വം. ഓ എല്ലാ മുഴങ്കാലും നിൻ മുൻപിൽ വണങ്ങി ഹല്ലേലൂയാ മഹത്വം. നാവുകൾ
ഹല്ലേലൂയ സ്വർഗീയ തീയാൽ സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും 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 ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയ മഹത്വം ഓ നീ മാത്രം ആരാധിക്കെന്നും കർത്താവ് ഹല്ലേലൂയ ഓ ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയ മഹത്വം നീ മാത്രം ഹല്ലേലൂയ മഹത്വം തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും മഹത്വം തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ കർത്തൻ വരവിക്കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കർത്തൻ വരവിക്കാലം വരെയും വിശുദ്ധിയിൽ നയിക്കുവാൻ യോഗ്യൻ വീടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും നയിക്കുവാൻ യോഗ്യൻ വീടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശുവരൻ തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം ഓ പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകിൽ ഈശൻ അമ്മയെന്നുമേ പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകിൽ ഈശൻ എന്നുമേ ഹോ കയ്യിൽ വഹിച്ചിടും ആഘോണച്ചിടും ശബ്ദ സന്തോഷം തരും നല്ല സഖിയാൻ കയ്യിൽ വഹിച്ചിടും ആഘോണച്ചിടും ശബ്ദ സന്തോഷം തരും താൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരെയോ വിശുദ്ധിയിൽ ജീവിക്കാം കർത്തൻ വരവിൻ കാലം വരെയോ വിശുദ്ധിയിൽ ജീവിക്കാം ഓ വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുന്നുണ്ടോ കൂടെയുള്ളപ്പോൾ ഇനി എന്തോ ഭയം വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുന്നുണ്ട് കൂടെയുള്ളപ്പോൾ ഇനി ഓ ആകുലങ്ങളില്ല ആശങ്കകളില്ല ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ ആകുലങ്ങളില്ല ആശങ്കകളില്ല തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരെയോ കർത്തൻ വരവിൻ കാലം വരെയോ വിശുദ്ധിയിൽ ജീവിക്കാം നയിക്കുവാൻ യോഗ്യൻ വീടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീങ്ങും സമാധാനമേകും യേശുവരെ നയിക്കുവാൻ യോഗ്യൻ വീടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീങ്ങും സമാധാനമേകും യേശുവരെ താൻ പിൻപേ പോയിടാം
സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം ഈ സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ഓ കൃപയുടെ ഉറവിടമേ ഓ കൃപയുടെ ഉടയവനേ ഓ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ അതിനകം ചൂടുന്നത് കാണാമോ ഓ രണ്ടുപേര് നാമത്തിൽ കൂടുന്നിടത്തല്ല സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തല്ല സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ സാന്നിധ്യം മനോഹരം കൃപയുടെ ഉറവിടമേ ഓ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും തൽക്കാലത്ത് ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ സൗന്ദര്യം ദർശിക്കുന്ന കണ്ണുകളാലേ ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും അവൻ നിശ്ചയമായും ഇതിനകത്തുണ്ട് കാതുകളിലാ അവന്റെ സൗന്ദര്യം ആത്മക്കണ്ണാൽ കാണുന്നത് അതരമക്കുണ്ട് അന്യഭാഷ കണ്ണുകളാലേ ഓ കൃപയുടെ ഉറവിടമേ ഓ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിങ്ങൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിങ്ങൾക്ക് ആമേനം താരം മാറുന്നു വെളിച്ചം വീശുന്നു പുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ കൃപ കൃപയെ ചൊല്ലാമേ പർവ്വതങ്ങൾ കീഴിൽ സമഭൂമിയാകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു പുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ കൃപ കൃപയെ ചൊല്ലാമേ പർവ്വതങ്ങൾ കീഴിൽ സമഭൂമിയാകുന്നു ഓ കൃപയുടെ ഉറവിടമേ അവേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ മക്കൾക്ക് ഓ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ
നിങ്ങളുടെ നാറ്റം വെച്ചത്, മരിച്ചെന്ന് പറഞ്ഞത്, 4 ദിവസമായെന്ന് പറഞ്ഞത്, ഇന്ന് സാഹചര്യങ്ങൾ തിരികെയാ. ആത്മാവിൽ പിടിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചോ. ഈ ജൂലൈ മാസത്തിൽ ഈ 2-ാം തീയതി നാറ്റം വെച്ചത്, ഇനി ഇല്ലെന്ന് പറഞ്ഞത്, നിന്റെ കരത്തിനകത്ത് കർത്താവേ, ദൈവ സാന്നിധ്യത്തിനായി നന്ദി, ദൈവ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങ് അയച്ച വലിയ വിടുതലിനായി നന്ദി. കർത്താവേ, അല്പ മിനിറ്റുകൾ കൂടെ ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിലിരിക്കട്ടെ. മഹത്വം പങ്കെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ശാന്തമായ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽ ഞാൻ ആയിരിക്കുന്നു. പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് സഭ അവരെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നല്ല വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആലയത്തിൽ കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സന്തോഷത്തോടെയാണ്. കാരണം ആമേൻ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മാതൃതുല്യം എന്ന് തന്നെ പറയാം. അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന പ്രിയ ഷിനോമി ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷത്തോടെയാണ്. ഒരു മാതാവിൻ്റെ സ്നേഹത്തെ പലപ്പോഴും അനുഭവിക്കുവാൻ പ്രിയ മാതാവിൽ നിന്ന് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. വളരെ പ്രാർത്ഥനാ സപ്പോർട്ട്, എൻ്റെ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനാ സപ്പോർട്ടും ഒത്തിരി എന്നെ ബലപ്പെടുത്തുന്ന ഒരു മാതാവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ കടന്നു വരുവാനിടയായി. കഴിഞ്ഞ നവംബർ മാസം ഒരു മാസം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഒരു സ്വന്തം വീട് പോലെ എനിക്ക് ആ വീടിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജോസ്യാനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാണ്. പ്രാരംഭത്തിൽ 1-2 മിനിറ്റുകൾ ഞാൻ അനുവാദമൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. പ്രാരംഭത്തിൽ 1-2 മിനിറ്റുകൾ കർത്തദാസിക്ക് വേണ്ടി 1-2 വാചകങ്ങൾ സാക്ഷ്യമായിട്ടും ദൈവം ചെയ്ത ഉപകാരങ്ങളായിട്ടും. വളരെ സാക്ഷ്യമുള്ളൊരു കുടുംബമാണ്. ഒത്തിരി സാക്ഷ്യം. അവരെ കർത്താവ് നടത്തിയ വിധം, ദൈവം അവരെ കൊണ്ടുവന്ന വിധം. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾക്ക് സാക്ഷ്യങ്ങളാണ് നമ്മളെ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നത്. കുറച്ചുകൂടെ ദൈവത്തെ നമുക്ക് ആഴമായി അറിയുവാൻ ഒരാളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരുന്ന പ്രദേശത്ത് അവര് ദൈവം വിളിച്ച നാള് മുതൽ വിശ്വസ്തയോടെ നിന്നു. അബുദാബി പട്ടണത്തിനകത്ത് കർത്താവ് നിർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ആന്റിക്ക് വേണ്ടി പ്രാരംഭ മിനിറ്റുകളെ ഞാൻ കൈമാറുന്നു. വേഗത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗത്തിനനുസരിച്ച് ഇവിടെ നിൽക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഷിനു ആന്റിയെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ്.
അഭിഷിക്തരെ